അപ്പോഴേ ഞങ്ങളാണ് നാളെ രാവിലെ നാട്ടിൽ പോകാനുള്ള പരിപാടിക്ക് കേട്ടോ. വീട്ടിൽ പറഞ്ഞിട്ടില്ല, സർപ്രൈസാണ്. നിങ്ങളോടും പിന്നെ പറയത്തുള്ളൂ കേട്ടോ, ഞങ്ങൾ വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾ കാണത്തുള്ളേ. പക്ഷേ അപ്പോഴത്തേന് നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ രാവിലെ ഞങ്ങൾ 6 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ. ഇന്നൊരു ദിവസമാണ് ഞങ്ങൾക്ക് അവധി കിട്ടിയത്. നാളെ രാവിലെ 4 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും വേണം. അപ്പം ബാക്കി 3 മുട്ടയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം തീർത്തിട്ട് പോകണ്ടേ. ബാക്കി കുറച്ച് സാധനങ്ങൾ വെജിറ്റബിളൊക്കെ വന്നതൊക്കെ അപ്പുറത്തൊക്കെ പറക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആശാനാണെങ്കിൽ അവിടെ തുണി തേപ്പും പരിപാടികൾ, തുണി അടുക്കലൊക്കെയാണ്. കാണിക്കാൻ പാ. എൻ്റെ ഇതുവരെ കഴിഞ്ഞില്ലയോ? രാവിലെ തുടങ്ങിയ പരിപാടിയായി. അതാ പറഞ്ഞത്, തുണി തേക്കുന്നു, വറക്കുന്നു, എടുക്കുന്നു, വെക്കുന്നു. ഇവന്മാരുടെ എല്ലാം നോക്കണ്ടായോ? സത്യമാണേ, നമ്മളൊന്ന് നാട്ടിൽ പോകുമ്പോഴേ അറിയത്തുള്ളൂ എന്തെല്ലാം സാധനം വീട്ടിലിടാൻ. കേറുന്നില്ല. ഇതിപ്പോ ഇത് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചു, ഇത് നിറഞ്ഞു. വീട്ടിലിടാന്, നാട്ടിലിടാന്, പിന്നെ മഴയും കൂടെ ആണെങ്കിൽ തീർന്നു. അതുകൊണ്ടാണ് ഇത്രയും തുണികളെല്ലാം പറഞ്ഞു. ഡബിൾ തുണിയാ, മഴയുണ്ട് ഇപ്രാവശ്യം. പക്ഷെ നമ്മൾ ഇച്ചിരി കുറച്ച് ദിവസം കൂടുതലൂടാണല്ലോ. ഇതെല്ലാം കൂടെ ഇത് പൊക്കുന്നവന്മാര് ആരായാലും ഭാഗ്യവാന്മാരാ. തന്നെ നോക്കിക്കോ. ഇത് അതിനെക്കാട്ടില്ല. ട്രെയിനെ കുറിക്കാൻ വേണ്ടി സാധനങ്ങൾ ഇപ്പം ബ്ലിങ്കിറ്റിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ചേക്കുന്നതാ. ഇത് നിറച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ 2 കൂടെ ചെയ്യുന്ന കണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണല്ലോ. ഒരു യാത്ര പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഒതുക്കിയാൽ പറ്റൂല്ലേ. ഞങ്ങളുടെ ആണെങ്കിൽ വീട്ടിലും ഒരു ഡ്രസ്സും വെക്കാതെ പോരുന്നത് കേട്ടോ എപ്പോഴും. അതുകൊണ്ട് ഏറ്റവും സെറ്റ് സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം. ചെരുപ്പ്, ഡ്രസ്സ്, കാര്യങ്ങൾ മുഴുവൻ. ഇങ്ങോട്ട് ഇറങ്ങി. ഇനി എന്തോ ഇവിടെ? ഇത് ടവലെല്ലാം കൂടെ കഴിയട്ടെ. ഇതെല്ലാം മടക്കി വെച്ചിട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വരുമ്പോഴത്തേന് കിടന്ന തുണികളെല്ലാം ഇന്ന് കഴുകി ഉണക്കി എല്ലാം മടക്കി വെച്ചു. ഇതെല്ലാം ഇനി പൊടി അടിക്കുമല്ലോ. ഇന്നത്തെ പണികളായിരുന്നേ. നമ്മൾ രാവിലെ മുതൽ റെസ്റ്റ് ഇല്ല. വല്ലാത്ത പാടായി ലീവ് പോകുന്നേ, സത്യം പറയാമല്ലോ. രാത്രി 9 മണിയായി കേട്ടോ. കണ്ട് ഇനി അടുത്ത ചെടിയാണ്. ഇനി ഞങ്ങൾ 2 പേരുടെ ചെടിയെല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പുറത്തെ ബാൽക്കണിയിൽ നിന്ന് ഇനി എല്ലാം പറക്കി ഇവിടെ കൊണ്ടുവരണം. അവിടെയാണ് നമ്മുടെ കറിവേപ്പിലയും കൊല്ലയൊക്കെ നിൽക്കുന്നത്. അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഉള്ളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവരോട് പറഞ്ഞിട്ടുണ്ട് ചെടിക്ക് വെള്ളമൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണേന്ന്. സത്യം പറഞ്ഞാൽ ലീവിന് പോകാനൊക്കെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ ഒതുക്കിപ്പറക്കലും കാര്യങ്ങളും കെട്ടിപ്പറക്കലും ഓർക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ മൊത്തം നമ്മൾ ക്ലീനിങ് പരിപാടികൾ ഓർക്കുമ്പോൾ വേണ്ടാന്ന് വെക്കുന്നതാണ്. പക്ഷെ പിന്നെ അപ്പനെയും അമ്മയൊക്കെ ഒന്ന് കാണുകയുണ്ട്, പിള്ളേരെയൊക്കെ അവർക്ക് കാണാൻ കൊതി കാണത്തില്ലേ. അതുകൊണ്ടൊക്കെ അങ്ങ് നമ്മൾ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നാളെ രാവിലെ ബാക്കി വീഡിയോ എടുക്കാമേ.